യാത്ര ഇവിടെ എത്തിയപ്പോഴാണ് മംഗലം കൊച്ചുദ്വീപിനെ പറ്റി അറിയുന്നത്. ഇവിടെയുള്ളവർ മംഗലം തുരുത്ത് എന്ന് പറയും. തിരൂർ പൊന്നാനി പുഴ പോകുന്ന വഴിയാണ് ഞങ്ങളുടെ അന്വേഷണം. തുരുത്തിനെ പറ്റി പുറത്തു നിന്ന് കുറച്ച് വിവരങ്ങൾ കിട്ടി. എന്നാൽ ഇന്നത്തെ യാത്ര മംഗലം ദ്വീപിലേക്കാവാമെന്ന് തീരുമാനിച്ചു. തിരൂരിൽ നിന്നു 10 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. 4 ഭാഗവും തിരൂർ പൊന്നാനി പുഴയാണ്. അതിനിടയിൽ നീളം കൂടി വീതി കുറഞ്ഞ നിരന്ന് വിശാലമായി കിടക്കുന്ന കരയാണ് മംഗലം തുരുത്ത്. തുരുത്തിൻ്റെ പുറത്തു നിന്ന് ദ്വീപിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. എന്തൊരു ഭംഗി! കിഴക്ക് ഭാഗത്തുള്ള മറുകരയിൽ പുഴക്കരയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണിത്. 4 ഭാഗവും സമൃദ്ധമായ വെള്ളമുണ്ട്. എന്നാൽ കുടിവെള്ളത്തിന് പറ്റില്ല. കുടിവെള്ളം പുറത്തു നിന്ന് പൈപ്പ് ലൈനിലൂടെ കൊണ്ടുവരികയാണ് ഇപ്പോഴും. ഏതാണ്ട് 100 മീറ്റർ നീളത്തിൽ ഒരു ചെറിയ റോഡ് കടന്നു വരുന്നുണ്ട്. ഈ റോഡ് തുരുത്തിൻ്റെ ഗതാഗതം നടത്തുന്നുണ്ട്. നടന്നു വരുമ്പോൾ വിശ്രമിക്കാൻ ഉപയോഗിക്കുന്ന മാടങ്ങൾ ഇവിടെ കാണാം. അതിൽ നിന്ന് ഒന്ന് കയറിയിരുന്ന് കാറ്റ് കൊള്ളണമെന്നുണ്ട്. അതിൻ്റെ കോണികൾ വീതി കുറഞ്ഞതിനാൽ അത് വേണ്ടെന്ന് വെച്ചു. പിന്നെയും ഞങ്ങൾ നടന്നു. ഇവിടെ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ ഉപ്പുവെള്ളം കയറും. ചെറിയ വിളവുകൾക്ക് ദോഷമാണ്. സോളാർ പാനലുകൾ വ്യാപകമായില്ലെങ്കിലും കാണുന്നുണ്ട്. ഞങ്ങൾ ദ്വീപിലേക്ക് കടന്ന് അപൂർവമായ ചില അപരിചിതർ ഇവിടെ എത്താറുള്ളൂ എന്ന് അവരിൽ ചിലരുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലായി. പിന്നെ ഒന്നാമത് ദ്വീപിലേക്ക് മാത്രമായി വരണം. എന്തിനും സഹായിക്കുന്ന ദ്വീപുവാസികളെയാണ് ഞങ്ങൾ ഇവിടെ കണ്ടത്. നോക്കൂ, ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും പുഴയും തണുത്ത കാറ്റും. ദ്വീപിന് സമാനമായ മറുകരകൾ, പുഴയിലൂടെയുള്ള തോണി യാത്രകൾ എല്ലാം അനുഭവിക്കുമ്പോൾ ഇവിടെ താമസിപ്പിക്കാം എന്ന് തോന്നും. 2 കരകളെ പുഴ വേർതിരിക്കുന്ന കാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന ഭംഗി. ഏതാണ്ട് 400 വർഷം മുമ്പ് വെട്ടത്ത് രാജാവ് വെട്ടത്തുനാട് ഭരിച്ചിരുന്ന കാലത്ത് ഈ മംഗലം തുരുത്തിൽ ആൾ താമസമില്ലായിരുന്നു എന്ന് പറയപ്പെടുന്നു. അന്ന് വെട്ടത്ത് രാജാവിൻ്റെ വഞ്ചി നിർമ്മാണശാല ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നു പറയപ്പെടുന്നു. ഇപ്പോൾ 75 താഴെ കുടുംബങ്ങളാണ് ഈ ദ്വീപിലുള്ളത്. ഈ പുഴക്കരയിൽ ചകിരി പൂഴ്ത്തിയിട്ട് ചുരുങ്ങിയത് 1 വർഷത്തിനു ശേഷം പുറത്തെടുത്ത് അതിൻ്റെ ചകിരി നാര് എടുത്തിരുന്നു. ചൂട് നിർമ്മാണത്തിനാവശ്യമായ ഒരു വസ്തുവാണിത്. നോക്കൂ, അതിൻ്റെ കെട്ടിടവും ചില ഉപകരണങ്ങളും ഇവിടെ ഇപ്പോഴും കാണാം. പഴകി ദ്രവിച്ച ഈ കെട്ടിടത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. 99-ലെ വെള്ളപ്പൊക്കത്തിൽ ഈ തുരുത്ത് വെള്ളത്തിൽ മുങ്ങിപ്പോയതിനാൽ ആളുകളെ മാറ്റി താമസിപ്പിച്ചിരുന്നു. കഴിഞ്ഞ പ്രളയത്തിലും വീടുകളുടെ പകുതി ഭാഗം വരെ വെള്ളം കയറിയതിനാൽ താമസക്കാരെ ക്യാമ്പുകളിലേക്ക് മാറ്റി. ഈ കൊച്ചു ദ്വീപിൻ്റെ വടക്ക് കിഴക്ക് വീടുകൾ കുറവാണ്. തെങ്ങിൻ തോട്ടമാണ് കൂടുതൽ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കണ്ടത്. തേങ്ങ വലി നടക്കുന്ന ദിവസമാണ്. ഇവിടെ നിന്നാൽ ദ്വീപിൻ്റെ പടിഞ്ഞാറേക്കരയും മറുകരയും കാണാം. പുഴയുടെ ഒഴുക്ക് നിലച്ചതുപോലെ തോന്നാം. ഈ തുരുത്തിനകത്ത് കാര്യമായ ജീവിത മാർഗങ്ങളൊന്നുമില്ല. പുറത്തുപോയി ജീവിതമാർഗം തേടുന്നവരാണ് പലരും.
ഇവിടെ പശു, ആട്, കോഴി എന്ന് വളർത്തു ജീവികളെ കാണുന്നുണ്ട്. ഞങ്ങൾ നടന്നു വരുന്ന വഴിയിൽ ഒരു വള്ളിക്കുടിലിനുള്ളിൽ ഒരു ദേവീക്ഷേത്രം ഈ ദ്വീപിലുണ്ട്. ഇതിൻ്റെ പിന്നിൽ പുഴയും കാണാം. പിന്നെ ഇവിടെ അത്യാവശ്യ സാധനങ്ങൾ കിട്ടുന്ന ഒരു ഒറ്റമുറി കടയല്ലാതെ മറ്റ് സ്ഥാപനങ്ങളൊന്നും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ദ്വീപിൽ കാണാവുന്ന ഇടത്തരക്കാരുടെ 60% വീടുകളുടെയും ഒരു പരിച്ഛേദം ഇതാണ്. വീടിൻ്റെ പിന്നിൽ അതിവിശാലമായ പുഴ ശാന്തമായി ഒഴുകുന്നു. പുഴയിൽ നിന്ന് 30 മീറ്റർ വിട്ട് മാത്രമേ വീട് നിർമ്മിക്കാവൂ എന്ന നിയമവും നിലവിൽ വന്നിട്ടുണ്ട്. ഞങ്ങളെ ദ്വീപിനെ വലം വയ്ക്കാൻ ഇവിടെയുള്ള തോണിയാത്രയ്ക്ക് സഹായിച്ചത് ശരത്ത് എന്ന +2 വിദ്യാർത്ഥിയാണ്. അവനെയും അവരുടെ തോണിയെയും കാണാം. നല്ലൊരു യാത്രയായിരുന്നു. ദ്വീപ് നിവാസികൾ ശുദ്ധരും സഹകരണ മനോഭാവമുള്ളവരുമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഞങ്ങൾ മടങ്ങുകയാണ്. അതാ നോക്കൂ, തെങ്ങുകൾ ഞങ്ങളെ മാടി വിളിക്കുന്നു. ആ വിശ്രമമാടം വീണ്ടും കാണുന്നു. മന്ദം മന്ദം നീങ്ങുന്ന പുഴയും എങ്ങു നിന്നോ ഓടിയെത്തിയ പുഴയ്ക്ക് മുകളിലൂടെ ഒഴുകിയെത്തുന്ന തണുത്ത കാറ്റ്, കണ്ണിന് കുളിര് നൽകുന്ന പ്രകൃതി സ്വയം ഒരുക്കിയ കാഴ്ചയുണ്ട് ഇവിടെ. എല്ലാത്തിനുപരിയായ മരിക്കാത്ത ഓർമ്മകളും. ഇനിയും കാണാം. നന്ദി. മാസ്ക് എടുക്കണം.